എബിൻ സാറേ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ തുറന്നാലേ കംപ്ലീറ്റ് സെക്രട്ടറി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ത് സാറേ അങ്ങനെ? സാറേ, എൻ്റെയും ഫോണിൽ ഇതൊക്കെ തന്നെ അവസ്ഥ. എനിക്ക് തോന്നുന്നത് നോട്ടിഫിക്കേഷൻ എങ്ങാനും വിളിക്കാറായിട്ടുണ്ടായിരുന്നു. ശരിക്കും സാറ് പറ. ശരിയാ വരികയാറായിട്ടുണ്ട്. കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 2021 കഴിഞ്ഞ വട്ടത്തെ നോട്ടിഫിക്കേഷൻ വന്നേ. 2022 പ്രിലിമിനറി പരീക്ഷ നടന്നു. 2023 ആയപ്പോഴത്തേനും അവർ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. നമ്മൾ PSCയുടെ ഒരു നേച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേനും അവർ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് ഒരു നടത്തും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസംബറോടുകൂടി എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പറയാം അതായിരിക്കാം മേ ബി സമയമായിട്ടുണ്ട് എനിക്കും സാറിനും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ സാറേ, എനിക്ക് പിന്നെ ഒരു സംശയം. നമുക്ക് ഈ സെക്രട്ടറി അസിസ്റ്റന്റിന് ഇത്രയും ഡിമാൻഡ് എന്താണ് സാറേ? സാറേ, ആ പോസ്റ്റിന്റെ പ്രൊഫൈൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കിടിലൻ പോസ്റ്റ് അല്ലേ? സപ്പോസ് നമ്മൾ കയറുന്ന ഒരു അസിസ്റ്റന്റ് ആയിട്ടായിരിക്കാം, പക്ഷെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴത്തേനും സ്പെഷ്യൽ സെക്രട്ടറി ആ പോസ്റ്റിലൊക്കെ ആയിരിക്കും റിട്ടയർ ചെയ്യുന്നത്. സാറേ, പിന്നെ ഒരു കാര്യമുണ്ട്, കൺഫേർഡ് IAS വരെ കിട്ടിയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും കേട്ടിരിക്കുന്നു. സാർ, ഇതിന്റെ സാലറി ഒക്കെ എങ്ങനെയാണ്? സാറേ, സാലറിയുടെ കാര്യം പറയുവാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 39,300 രൂപയാണ് ബേസിക് പേ. പിന്നെ നമുക്കറിയാം ബേസിക് പേ മാത്രമല്ല, അതിൻ്റെ കൂടെ HRA ഉണ്ട്, DA ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഏകദേശം നമുക്കൊരു 10,47,000 രൂപയോളം നമുക്ക് ഗ്രോസ് പേ നമുക്ക് വരും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ്. അതെ, കയറുമ്പോഴേ ഈ ഒരു സാലറി പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ. സാർ, പിന്നെ പല ആൾക്കാരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ എക്സാം നടത്തുന്നത് ആകെ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് ആ ഒരു പോസ്റ്റിന് വേണ്ടി മാത്രമാണെന്നാണ്. അങ്ങനെയല്ലല്ലോ, ഒരിക്കലല്ല. ഇപ്പോൾ PSCയിൽ ഓരോ ജില്ലയിലും PSCക്ക് ഓഫീസുണ്ട്, PSCയുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെയും അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടാനുള്ളത് എക്സാം തന്നെയല്ലേ. പിന്നെ വിജിലൻസ് ഉണ്ട്, അതുകൊണ്ട് ലോക്കൽ ഓഡിറ്റ് ഉണ്ട്. അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ഓഡിറ്റർ ഈ പോസ്റ്റിലേക്കാണ് പരീക്ഷ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, ഇതുപോലെ ഓൾമോസ്റ്റ് ഈ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേക്കൻസീസും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ സാറേ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എന്തായാലും ഒരു 5-6 മാസമൊക്കെ അല്ലേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതെ, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും പ്രിലിമിനറി പരീക്ഷ നടന്നു. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നപ്പോഴാണ് ഡിസംബറിലൊക്കെ ആയിരിക്കും. അപ്പം 6 മാസം എന്ന് പറയുമ്പോഴത്തേനും ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴത്തേനും നമ്മുടെ പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും. അതെ, നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം ഒന്നും നടക്കത്തില്ല. മുമ്പേ പഠിച്ചു തുടങ്ങണം. പ്രിലിംസിനുള്ളത് നോക്കണം, മെയിൻസിനുള്ളത് നോക്കണം, എന്നാലേ തെറ്റാവത്തുള്ളൂ. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ കിടക്കുന്നു, അത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ശരിയാണ്. അപ്പോൾ നമ്മുടെ സൈലം PSC സെക്രട്ടറി അസിസ്റ്റന്റ് വേണ്ടിയിട്ട് പ്രിലിംസ്, മെയിൻസ്, സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 3 ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസ് മാത്രമല്ല, ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ തരുന്നത്. സാറേ, എന്നോട്ട് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാറേ, ബാച്ച് സെപ്റ്റംബർ 4 തൊട്ടാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാലിഡിറ്റി എക്സാം വരെ എന്തായാലും നമ്മൾ കൊടുക്കും, ഉറപ്പാണ്. ഫീസിന്റെ കാര്യവും ഭീമാകാരമായിട്ടുള്ള ഫീസൊന്നുമില്ല. ഈ 3 മെയിൻസും നമ്മൾ പ്രിലിംസും പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫീസ് 3,999 രൂപ മാത്രമാണ്. ജോയിൻ ചെയ്യൂ, നേരത്തെ പഠിച്ചു തുടങ്ങൂ. ഓൾ ദ വെരി ബെസ്റ്റ്.